ഒക്ടോബർ മാസം എന്ന് പറയുമ്പോഴേ ജപമാല മാസം എന്നാണ് നാം എല്ലാവരും ഓർക്കുക. മുടങ്ങിക്കിടക്കുന്ന ജപമാലകൾ വീണ്ടും തുടങ്ങുവാനും പൊടിതട്ടിയെടുക്കുവാനും ഒരു ഉൾപ്രേരണ കിട്ടുന്ന മാസം. 1571 ലെപ്പാൻഡോ യുദ്ധം പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ മധ്യസ്ഥതയിൽ വിജയം വരിച്ചതിന്റെ നന്ദി സൂചകമായി 5-ാം പിയൂസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളിന് തുടക്കം കുറിച്ചത്. അതുവഴി ഒക്ടോബർ മാസം ജപമാല മാസമായി പിന്നീട് ആചരിക്കുകയായിരുന്നു. ഒക്ടോബർ മാസം തുടക്കം തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളാണല്ലോ. എല്ലാ വിശുദ്ധരും തന്നെ ജപമാല ഭക്തരായിരുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ കൊച്ചുവിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹമായിരുന്നെങ്കിലും ജപമാല എന്നും കൊച്ചുത്രേസ്യയ്ക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. എന്നിരുന്നാലും കൊച്ചുത്രേസ്യ പുണ്യവതി ജപമാല ചൊല്ലാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. ജപമാല ചൊല്ലുവാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള മറ്റു ഏതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലിയാലോ എന്ന് പോലും അവൾ ആലോചിച്ചിരുന്നു. പക്ഷേ അവൾ ജപമാല ചൊല്ലാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി. കാരണം കൊച്ചുത്രേസ്യയ്ക്ക് മനസ്സിലായിരുന്നു ഈ ജപമാല പ്രാർത്ഥന ഈശോയ്ക്ക് എത്ര പ്രിയങ്കരമായിരുന്നു എന്ന്. കാരണം പാപികളുടെ മാനസാന്തരത്തിനും സ്വയം വിശുദ്ധീകരണത്തിനും അവൾ ഈ ജപമാല ചൊല്ലാൻ തുടങ്ങി. താല്പര്യമില്ലെങ്കിലും മടുപ്പായിരുന്നെങ്കിലും ഈശോയ്ക്ക് വേണ്ടി കൊച്ചു ജപമാല കൈകളിൽ എടുത്തു, മരണം വരെ. അങ്ങനെ അവൾ കാണിച്ചു തന്നു, നമ്മുടെ ഓരോ ശ്രമവും അതിൽ പൂർണ്ണത ഇല്ലെങ്കിലും ഈശോ കൃപകളാക്കി മാറ്റുന്നു എന്ന്. ഈ ജപമാല മാസം നമുക്കും ഇത് അനുകരിക്കാം. ഇഷ്ടമില്ലെങ്കിലും ബോറടിയാണെങ്കിലും മടുപ്പാണെങ്കിലും ഒരു ജപമാല ഈശോയ്ക്ക് അമ്മയിലൂടെ. വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മെ സഹായിക്കും. ആവേ മരിയ.